ഹലോ ഗൈസ്, വെൽക്കം ടു ക്രേസി നോവ. അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മുടെ ക്യാരക്ടറിൻ്റെ വക ഒരു വെൽക്കമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നല്ല വൺ ടാപ്പും ഹെഡ് ഷോട്ടും ഒക്കെ ഡെസേർട്ടികളും കാര്യങ്ങളിലൊക്കെ അടിക്കാൻ പറ്റണ ഒരു നല്ലൊരു പ്രീസെറ്റോ അല്ലെങ്കിൽ ക്യാരക്ടർ കോമ്പിനേഷനോ ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ മെയിൻ ക്യാരക്ടറായിട്ട് ഇടാൻ പോകുന്നത് തത്തൂഷിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ സ്പീഡ് ക്യാരക്ടർ തത്തൂഷ്യ നല്ല സ്പീഡ് ഉള്ള ഒരു ക്യാരക്ടറിന് പെട്ടെന്ന് ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ കയറും, അല്ലെങ്കിൽ നല്ലൊരു വൺ ടാപ്പ് കയറും. അപ്പോൾ അത് നല്ലൊരു മെയിൻ ക്യാരക്ടറാണ്. പിന്നെ നമ്മൾ ഡാഷൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ റീകോയിൽ നമുക്ക് വേണ്ട രീതിയിലാക്കി തരും ഡാഷ്. പിന്നെ നമ്മൾ ഡി ബി വന്നിട്ട് ഹയ്യർ മൂവ്മെൻറ്റ് സ്പീഡും അതേപോലെ തന്നെ നല്ലൊരു അക്യുറസി ഉള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ നമുക്ക് ഇത് വേണ്ട രീതിയിലാക്കി തരും കൂടി ചെയ്യും ഡി ബി, നമുക്ക് റീകോയിൽ വേണ്ട രീതിയിൽ. പിന്നെ ലൂണയാണ് ഗൈസ്. ലൂണ നല്ലൊരു മൂവ്മെൻറ്റ് സ്പീഡും അക്യുറസിയും ഫയർ റേറ്റിങ്ങും ഉള്ള നല്ലൊരു ക്യാരക്ടർ, പാസീവ് ക്യാരക്ടർ തന്നെയാണ് ലൂണ. നമ്മളിവിടെ ലൂണേനും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്യാരക്ടർ കോമ്പിനേഷൻ കട്ട തീ അപ്പോൾ ഗൈസ് ഇതൊരു നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ട്രെയിനിങ് സെക്ഷനിലൊക്കെ വന്ന് ഡെസേർട്ടുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നല്ല അടിപൊളി രീതിക്കൊക്കെ വൺ ടാപ്പൊക്കെ കയറണം കൂടി ഉണ്ട്. പിന്നെ നമ്മൾ ഈ വൺ ടാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറേയൊക്കെ ഇതും കൂടിയാണ് കേട്ടോ ഗൈസ്. നമ്മുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. നല്ലൊരു സ്കില്ലുള്ളൊരു പ്ലെയറിന് ശരിക്കും നന്നായി വൺ ടാപ്പൊക്കെ അടിക്കാൻ പറ്റും. നമ്മളിത് മൊബൈലിൽ പറ്റുന്ന രീതിയിലാണ്. മൊബൈൽ പ്ലെയറാണ് നമ്മൾ ശരിക്കും. അപ്പോൾ ഈ മൊബൈൽ പ്ലെയേഴ്സിന് കുറേയൊക്കെ വൺ ടാപ്പൊക്കെ കയറി കുറച്ച് ബുദ്ധിമുട്ടാണ് PC പ്ലെയേഴ്സിനെക്കാട്ടിലും. അപ്പോൾ ഇതൊരു നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ ഗൈസ് അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട്, നല്ലൊരു ഡ്രാഗും അതേപോലെ തന്നെ എങ്ങനെ നന്നായി ഡ്രാഗ് ചെയ്യുക, അതേപോലെ തന്നെ ഏതൊക്കെ ഗണ്ണിന് ഏതൊക്കെ ഡ്രാഗാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്, അടുത്ത വീഡിയോ. അപ്പം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇത് പറയാൻ മറക്കരുത് ഗൈസ്, ഇത് എങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായോ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിവിടെ M500 കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിൽ നമ്മൾ M500 കാര്യത്തിൽ വേറൊരു രീതിയിലുള്ള ഡ്രാഗാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡെസേർട്ടുകൾ പോലെയല്ല, അതിലും ഹെഡും കാര്യങ്ങളൊക്കെ കയറണൊക്കെ ഉണ്ട്. പിന്നെ ഈ കുറേയൊക്കെ നമ്മൾ ഈ സെറ്റിങ്സും ഒക്കെ നമുക്ക് ഇതാണ് പറഞ്ഞാൽ സ്മൂത്ത് ആയിരിക്കണം. ഓവർ സ്മൂത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടില്ല. ഒരു മീഡിയം ലെവൽ കറക്റ്റ് ആയിരിക്കണം. അപ്പം ഇതൊക്കെ നമുക്ക് വൺ ടാപ്പിൻ്റെ ഒരു കാര്യങ്ങളിൽ വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം ഇതിൽ നമ്മൾ ക്യാരക്ടർ കോമ്പിനേഷൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ക്യാരക്ടർ കോമ്പിനേഷൻ മാത്രം ചെയ്യുമ്പോൾ ഒപ്പം ഇതെല്ലാം കൂടി വരുമ്പോഴാണ് കറക്റ്റ് ഒരു പ്രോ രീതിയിലുള്ള നമുക്ക് ഇത് അടിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു നല്ലൊരു കമൻറ്റും അതേപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ഇടാം. അടുത്ത വീഡിയോ നമ്മൾ മെല്ലെ എന്തായാലും ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ഡ്രാഗോ അതേപോലെ തന്നെ ഇതൊക്കെ എങ്ങനെ നന്നായി ചെയ്യാം, അല്ല ഈ കോമ്പിനേഷൻ മാത്രം ഉൾപ്പെടാതെ ഡ്രാഗും സെറ്റിങ്സൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഷോർട്ട് ഗൺ നമ്മൾ M18 കാര്യങ്ങളൊക്കെ നോക്കി വെക്കുന്നുണ്ട്. അപ്പം അതിലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് കയറുന്നുണ്ട് ഹെഡ് ഷോട്ട്, വൺ ടാപ്പൊക്കെ. നമ്മളിപ്പോൾ ഇത് കുറേയൊക്കെ നമുക്ക് സ്കില്ലുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ പെട്ടെന്ന് റീലോഡ് ചെയ്യുക, അതേപോലെ തന്നെ സ്വിച്ച് ചെയ്യുക, അതൊക്കെ ഒരു സ്കില്ല് തന്നെയാണ്. പിന്നെ നമ്മളിവിടെ ട്രെയിനിങ് സെക്ഷനിലൊക്കെ വന്നു, അവിടെ നമുക്ക് അത്യാവശ്യം ഹെഡ് ഷോട്ടൊക്കെ കയറുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ കുറേയൊക്കെ അവർ കുത്തിപ്പിടിച്ചിട്ട് നമ്മളെയും കൊല്ലുന്നുണ്ട്. അവരുടെ കയ്യിൽ ഇങ്ങനത്തെ വൺ ടാപ്പ് അടിക്കുന്നത് നോക്കുന്നില്ലായിരുന്നു. അത് നോക്കിയപ്പോൾ MP5ഉം MP40 ഒക്കെ ആയിരുന്നു. അവർ നമ്മളെ വേഗം കൊല്ലും കാരണം അവർ വൺ ടാപ്പ് അടിക്കുന്ന തോക്കല്ല ഉപയോഗിക്കണം. പിന്നെ നമ്മൾ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു, നമ്മൾ നേരത്തെ കൊന്നത് തന്നെ. അപ്പോൾ നമ്മളങ്ങനെ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് റിവെഞ്ചൊക്കെ പോലെ എടുത്തിട്ടുണ്ട്. പിന്നെ അവർ നമ്മളെ ഇങ്ങനെ അവരുടെയൊക്കെ കയ്യിലുണ്ട് തേർഡ് ലെവൽ എക്സില്ലേ, M80 X, അതും കാര്യങ്ങളൊക്കെയാണ്. അവർ ഫുൾ കുത്തിപ്പിടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല, നമ്മൾ ട്രെയിനിങ് സെക്ഷനിൽ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ ഞാനിവിടെ കുറച്ച് സ്പീഡിലിട്ടുണ്ട്, കാരണം അത് കുറച്ച് നേരം എടുത്തു കേട്ടോ ഈ ട്രെയിനിങ് സെഷൻ കഴിയും. അപ്പോൾ വേഗം തീരാൻ വേണ്ടി നമുക്ക് കുറേ ലാഗ് അടിപ്പിക്കണ്ട, നിങ്ങളെ വെറുതെ വെറുപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഗൈസ് അങ്ങനെയൊക്കെ ചെയ്യണേ. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ ഗൈസ്. നമുക്കൊരു വലിയൊരു ഇതാണ് മനസ്സിലായില്ലേ. അപ്പം ഞാനിവിടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ ക്വിറ്റായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ ശരി എന്നാൽ അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ക്യാരക്ടറിൻ്റെ വകയും ബായ് ഉണ്ട്. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു വീഡിയോ നമ്മൾ ഇങ്ങനെ ഇടാം. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യുക.
നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ക്വിറ്റ് ആവുകയാണ്. കുറച്ച് ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രീസെറ്റ് ഒന്നും കൂടി കാട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.